എന്താണ് പ്രതികരിക്കാനുള്ളത് ഈ കോടതി വിധിയോട്? നയപരമായ തീരുമാനമെടുത്തതുകൊണ്ട് മുഖ്യമന്ത്രിയെയോ മന്ത്രിസഭയെയോ കുറ്റപ്പെടുത്താനാകില്ല എന്ന ജഡ്ജിയുടെ പരാമർശം, അതാണോ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ പിടിവള്ളി? ഏറ്റവും വലിയ പിടിവള്ളി ഇത് പിടിവള്ളിയുടെയും പിടിവള്ളിയില്ലായ്മയുടെയും പ്രശ്നമല്ലല്ലോ. പ്രതിപക്ഷത്തിന്റെ ഓരോ ആരോപണങ്ങളും തകർന്നു വീഴുന്നതിന്റെ തെളിവല്ലേ. ഈ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയെ മുൻനിർത്തി സഖാവ് AC മൊയ്തീൻ എന്ന മന്ത്രിക്കെതിരെ എത്ര വലിയ ആക്ഷേപമാണ് ഇവിടെ ഉയർത്തിയത്. ഇപ്പോൾ ഇവിടെ സംസാരിച്ച സ്നേഹിതനൊക്കെ എത്ര തവണയാണ്, എത്ര പ്രക്ഷുബ്ധമായ സമരങ്ങൾക്കാണ് കേരളത്തിൽ, പ്രതിഷേധങ്ങൾക്കാണ്, അതിരുവിട്ട പ്രതിഷേധങ്ങൾക്കാണ് കോവിഡ് കാലത്ത് നേതൃത്വം കൊടുത്തത്. മുഖ്യമന്ത്രിയാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം പറയേണ്ടത്. കുറ്റക്കാരനെന്നായിരുന്നില്ലേ ഇവരുടെ പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡ. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ എന്താ കോടതി ഇന്ന് അസന്നിഗ്ധമായി പറഞ്ഞിരിക്കുന്നത്, ഒരു കാരണവശാലും ഈ പറയുന്ന രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള ഒരാൾക്കും ഇതിലെ ഒരു ലൈബിലിറ്റിയും, ഒരു ക്രിമിനൽ ലൈബിലിറ്റിയും ചാർത്താൻ കഴിയില്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞ കോടതി വിധിയാണ് ഇന്നത്തേത്. ഒന്നാമത് അതാണ്. രണ്ട്, ഇവിടെ ഈ ഉദ്യോഗസ്ഥരാണ് അഴിമതി നടത്തി, ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ക്രമക്കേടുണ്ടായി എന്ന് മാത്രമേ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നുള്ളൂ എന്നും കോടതി പറയുന്നുണ്ട്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ക്രമക്കേടുണ്ടായിട്ടുണ്ട് എങ്കിൽ അത് അന്വേഷിക്കാനുള്ളത് കേരളത്തിലെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം കേരളത്തിലെ നമ്മുടെ ഈ വിജിലൻസാണ്. സ്റ്റേറ്റ് വിജിലൻസിന് മാത്രമാണ് അതിനുള്ള അധികാരമുള്ളത്. CBIക്ക് നേരിട്ട് വന്ന് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയില്ലാതെ അങ്ങനെ ഒരു കേസെടുക്കാൻ യാതൊരു അധികാരവുമില്ല. ഈ ഭാഗം ബഹുമാനപ്പെട്ട സിംഗിൾ ബെഞ്ച് പക്ഷേ അവഗണിച്ചു. അവിടെയാണ് അതൊരു ഭരണഘടനാപരമായ പ്രശ്നമാണ്. ഭരണഘടനാപരമായ പ്രശ്നത്തിൽ ഞങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു, ഞങ്ങളതിൽ അപ്പീൽ പോകുന്നു. അതൊരു ഗൗരവമായ പ്രശ്നമാണ്. ഇതൊരു പ്രസിഡന്റായി മാറും. ഇതൊരു പ്രസിഡന്റായി മാറുകയും കേരളത്തിൽ വിജിലൻസ് അന്വേഷിക്കേണ്ട കേസ് ഇവർ വന്ന് CBIക്കോ മറ്റേതെങ്കിലും ഏജൻസിക്കോ വന്ന് നേരിട്ട് അന്വേഷിക്കാൻ കഴിയുന്നത് ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണ്, ഭരണഘടനാ തത്വങ്ങൾക്കെതിരാണ്. സുപ്രീം കോടതി അടുത്ത കാലത്തുള്ള വളരെ പ്രസക്തമായൊരു വിധിന്യായവും ഇതിൽ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ വാദത്തെ ശരിവെക്കുന്നതാണ്. അതൊരു ഭരണഘടനാപരമായ പ്രശ്നമാണ്, ലീഗൽ ഫൈറ്റാണ്. ആ ലീഗൽ ഫൈറ്റ് ഞങ്ങൾ കോടതിയിൽ തുടരും. ഇവിടെ പ്രതിപക്ഷം ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ തെറ്റായിപ്പോയി എന്ന് തെളിഞ്ഞ ദിവസമാണ്. രാഷ്ട്രീയമായി എന്തിന് ചെളിവാരി എറിഞ്ഞു എന്ന് പ്രതിപക്ഷം ജനങ്ങളോട് മാപ്പ് പറയേണ്ട ദിവസമാണ് യഥാർത്ഥത്തിൽ ഇന്ന് വന്നിരിക്കുന്നത്. CBIക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്നതാണല്ലോ ഈ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധി. ഹൈക്കോടതി വിധി അനുസരിച്ച് CBI മുന്നോട്ട് പോകുമ്പോൾ അതൊക്കെ ഏതൊക്കെ തലത്തിലേക്ക് പോകും, അങ്ങനെ പോകരുത് എന്നല്ല കോടതി പറഞ്ഞിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഭരണ സംവിധാനത്തെ അല്ലെങ്കിൽ സർക്കാരിനെ കുറ്റപ്പെടുത്താവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുത്. നിലവിലെ സാഹചര്യത്തിൽ അതിനുള്ള തെളിവില്ല, മന്ത്രിസഭയെ ഇപ്പോൾ കുറ്റപ്പെടുത്താനാകില്ല എന്നതാണ് അതിന്റെ അർത്ഥം. അതിനർത്ഥം ഇനി അന്വേഷണം ഏത് വഴിക്ക് പോകണം എന്ന് കൃത്യമായി കോടതി വഴിതിരിച്ചു വിടുന്നു എന്നർത്ഥമില്ല. മറ്റൊന്ന്, FIR റദ്ദാക്കണം, CBIയുടെ FIR റദ്ദാക്കണം എന്ന് പറയുമ്പോൾ FCRA ലംഘനം നടന്നിട്ടില്ല എന്ന വാദമാണല്ലോ നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അത് നടന്നിട്ടുണ്ട് എന്ന വിലയിരുത്തലിലേക്ക് കോടതിയും എത്തുന്നുണ്ട്. അപ്പോൾ അതിനോടുള്ള പ്രതികരണം? അങ്ങനെയല്ല. നിങ്ങളുടെ വ്യാഖ്യാനം തെറ്റാണ്. ദ കോർട്ട് ഹൗവർ ഹെൽഡ് ദാറ്റ് ദി ക്രിമിനൽ ലയബിലിറ്റി ഓഫ് ദി നോൺ പൊളിറ്റിക്കൽ ആക്ടേഴ്സ് ഇൻ ദി കേസ് കനോട്ട് ബി എക്സ്റ്റെൻഡഡ് ടു ദി ശ്രദ്ധിക്കും, ഇതാണ് ആ വാചകം, കനോട്ട് ബി എക്സ്റ്റെൻഡഡ് ടു ദി പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ഓഫ് ദി സ്റ്റേറ്റ്. അത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കി ഞാൻ വായിക്കുന്നില്ല. വളരെ കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. അതിങ്ങനെ അങ്ങ് പറയുന്നത് പോലെയല്ല. കേസ് CBIക്ക് തുടരാനാകും. CBI FIR ഘോഷ ചെയ്യണമെന്ന് സർക്കാരിൻ്റെ പ്രയർ ബഹുമാനപ്പെട്ട കോടതി അംഗീകരിച്ചിട്ടില്ല. സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയാണ്. അതൊരു ഭരണഘടനാപരമായ പ്രശ്നമാണ്. അതിനുശേഷം സുപ്രീം കോടതിയുടെ വിധിന്യായത്തിനെതിരാണത് എന്നാണ് ഞങ്ങളുടെ പക്ഷം. ഏതായാലും അതൊരു ലീഗൽ ഫൈറ്റാണ്. ഞാൻ ഒരു കാര്യം മാത്രമേ ഇപ്പോൾ UDFനോട് ചോദിക്കുന്നുള്ളൂ. സംസ്ഥാന സർക്കാരിൻ്റെ പരിധിയിലുള്ളൊരു പ്രശ്നത്തിൽ ഫെഡറൽ തത്വങ്ങൾ ലംഘിച്ച് BJP സർക്കാർ നേരിട്ട് വന്ന് കേസെടുക്കുന്ന രീതിയെക്കുറിച്ച് മുസ്ലിം ലീഗിന്റെ അഭിപ്രായം എന്താണ്? അതിലേക്ക് വരാം. നമുക്ക് വിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ശേഷം വരാം. റഹീം, താങ്കൾ ഈ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച വന്നിരിക്കുന്നു. ഗുരുതരമായ ഉത്തരവിൽ തന്നെ ഗുരുതരമായ പരാമർശങ്ങളാണല്ലോ കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ഉദ്യോഗസ്ഥ തലത്തിലെ വീഴ്ച, പ്രത്യേകിച്ച് IAS ഉദ്യോഗസ്ഥർക്ക് വീഴ്ച എന്ന് മാത്രമല്ല അതിബുദ്ധി കാണിച്ചിട്ടുണ്ട്. ആ ബുദ്ധി കേന്ദ്രമാണ് കണ്ടെത്തേണ്ടത് എന്ന് കോടതി കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ അഴിമതി നടത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം സമ്മതിക്കുന്നുണ്ടോ? അതായത് ഉദ്യോഗസ്ഥ തലത്തിൽ അഴിമതിയെക്കുറിച്ചുള്ള പ്രാഥമിക അന്വേഷണത്തിൽ ഇപ്പോൾ ഞാൻ ഒരു ജസ്റ്റ് ഫ്യൂ മിനിറ്റ്സ് ദയവേത് ഇടപെടില്ല എന്ന് കരുതുന്നു. വ്യക്തത വരുത്തേണ്ട ഭാഗമുണ്ട്. ഇത് സംബന്ധിച്ച് ഈ യൂണിറ്റ് ആക്ടുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉയർന്നു വരുന്നു. ഈ പ്രശ്നം ഉയർന്നു വന്നപ്പോൾ ആദ്യ ദിവസം തന്നെ മുഖ്യമന്ത്രി അതിനോട് പ്രതികരിക്കുന്നുണ്ട്. ഇപ്പോഴൊന്നല്ല, ഈ വിവാദമൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്, ഏതോ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് കയറി കേസിട്ടതാണ്. തെറ്റാണ്, അങ്ങ് കളവ് പറയരുത്.
വളരെ കൃത്യമായി വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ മുഖ്യമന്ത്രി സർക്കാരിൻ്റെ നിലപാട് പറഞ്ഞു. ഇത് സംബന്ധിച്ച് സർക്കാരിന് വേറെ ആശങ്കയൊന്നുമില്ല. സർക്കാരിന് ഇത് സംബന്ധിച്ച് ഒരു പണമിടപാടുമില്ല, ഒരു രൂപയും സർക്കാർ കൈപ്പറ്റിയിട്ടില്ല. ഇനി അവർ തമ്മിലുണ്ടായ ഉടമ്പടിയിൽ എന്തെങ്കിലും അരുതാത്തത് നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കുന്നതിന് സർക്കാരിന് മടിയുമില്ല. ഇതായിരുന്നു ഗവൺമെൻറ്റിൻ്റെ പൊസിഷൻ. ഇതേ പൊസിഷൻ CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കൊടിയേരിയും പറഞ്ഞിട്ടുണ്ട്, വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനും എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഈ CBI വരുന്നത്, ഇവിടെ ഈ പറയുന്ന കേസെടുക്കുന്നത്. ഞങ്ങൾ അത് സംബന്ധിച്ചിട്ട് കേസെടുത്തു. ഞങ്ങളുടെ പ്രാഥമിക പരിശോധനയിൽ ഈ പറയുന്ന പിശകുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇതിപ്പോൾ ഹൈക്കോടതി പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് ആദ്യമുണ്ടാകുന്ന MOU-ന് ശേഷം സബ്സിക്വൻ്റ് കരാറുകൾ ഉണ്ടായിട്ടില്ല. ഇത്തരം ചില കാര്യങ്ങളാണ് കോടതി ഇന്ന് ചൂണ്ടിക്കാണിച്ചത്. ഈ പ്രശ്നങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ വളരെ കൃത്യമായി ഇത് സംബന്ധിച്ചൊരു ഇഷ്യൂ ഉണ്ടായാൽ അത് അന്വേഷിക്കേണ്ടത് കേരളത്തിൻ്റെ വിജിലൻസ് ആണ്. വിജിലൻസ് അന്വേഷിച്ചു. അതിൽ കൂടുതലൊന്നും ഇന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടില്ല. ആ വിജിലൻസ് അന്വേഷിക്കുന്ന വിഷയത്തിലാണ് ഒരു ലീഗൽ ഡിബേറ്റ് നിൽക്കുന്നത്. പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനും അവിടെ നിൽക്കുന്നു. ഇവിടെ BJP ഓബ്വിയസ്ലി തീർച്ചയായിട്ടും പറയും കേന്ദ്ര സർക്കാരിന് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോയി കേസെടുക്കാം. പക്ഷേ ലീഗിൻ്റെ പ്രതിനിധി മറുപടി പറയേണ്ടത് കേന്ദ്ര സർക്കാർ ഫെഡറൽ തത്വങ്ങൾ ലംഘിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ഒരു വിഷയത്തിൽ നേരിട്ട് വന്ന് കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഈ രീതിയോട് ലീഗ് രാഷ്ട്രീയമായി യോജിക്കുന്നുണ്ടോ? കോൺഗ്രസ് രാഷ്ട്രീയമായി യോജിക്കുന്നുണ്ടോ? കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം യോജിക്കുന്നില്ല. രാഹുൽ ഗാന്ധിയും AICC നേതൃത്വവും ഇത്തരം നീക്കങ്ങൾക്ക് എതിരാണ്. പക്ഷേ BJP സർക്കാരിൻ്റെ ഇത്തരം നീക്കങ്ങളോട് ഇപ്പോൾ ഈ ലീഗ് പിന്തുണയ്ക്കുന്നുണ്ട് എന്നല്ല ഇപ്പോൾ ശ്രീ PK ഫിറോസിന്റെ മറുപടിയിൽ മനസ്സിലാകുന്നത്. FCRA ലംഘനം നടന്നിട്ടുണ്ടോ? FCRA ലംഘനം നടന്നിട്ടുണ്ടോ എന്നാണ് കോടതിയുടെ മനസ്സിലാക്കൽ. അത് നിങ്ങൾ ഇപ്പോഴും ഖണ്ഡിക്കുകയാണ്. അതല്ല, അങ്ങ് മനസ്സിലാക്കേണ്ടത് FCRA-യുടെ വയലേഷൻ ഇതിനകത്ത് നടന്നിട്ടില്ല. ഇതാണ് എൻ്റെ വസ്തുത. എന്താണ് FCRA ആക്ട്? വളരെ ക്ലിയറാണ്. FCRA നിയമം കൊണ്ടുവന്നിരിക്കുന്നത് ഈ പറയുന്ന കാര്യങ്ങൾ പോലെയല്ല. ആ നിയമത്തിൻ്റെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്, FCRA നിയമത്തിൻ്റെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്, രാജ്യത്തിൻ്റെ സ്ഥിരതയെ ബാധിക്കുന്ന വിധം രാജ്യത്തെ അട്ടിമറിക്കാൻ ഏതെങ്കിലും മാധ്യമ സ്ഥാപനങ്ങളെ, നിയമവൃത്തങ്ങളെ വിദേശ പണം ഉപയോഗിച്ച് ബ്രൈബ് ചെയ്യുന്നത് തടയുന്നതിന് വേണ്ടി കൊണ്ടുവന്ന നിയമമാണ് FCRA. അങ്ങനെ ഒരു വ്യായാമം ഇവിടെ നടന്നിട്ടില്ല, ഒന്നും നടന്നിട്ടില്ല. ഇവരെ ഉന്നയിക്കുന്നത് കറപ്ഷനാണ് ഇപ്പോൾ പറയുന്നത്. കറപ്ഷൻ ആണെങ്കിൽ ഇവരാ നടത്തേണ്ടത്, അത് അവർക്ക് വരാൻ അധികാരമില്ല. ഇനി ഇവർക്ക് വന്ന് കേസെടുക്കണമെങ്കിൽ ഇങ്ങനെ കേസെടുക്കാൻ അവർക്കുള്ളത് ഇത് ഞങ്ങൾക്ക് തികഞ്ഞ ഒരു കാര്യം. റഹീം, ഒരു വ്യക്തതയ്ക്ക് വേണ്ടി, അപ്പോൾ കോടതിക്ക് ഇപ്പോൾ ബോധ്യമായത് എന്താണെന്നാണ് നിങ്ങളുടെ മനസ്സിലാക്കൽ? എന്തായാലും നിങ്ങൾ അപ്പീൽ പോകുന്നു. കോടതിക്ക് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നത് കോടതിയുടെ ഉത്തരവ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റി എന്നതിനപ്പുറം ഉദ്യോഗസ്ഥർ അഴിമതി കാട്ടി എന്ന് തുറന്ന് സമ്മതിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് നേരെയുള്ള മറുപടിയും താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ കോടതിക്ക് ബോധ്യപ്പെട്ടത് എന്താണെന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല, കോടതി ഏതെങ്കിലും ഒരാൾ അഴിമതി നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് കോടതിക്ക് ബോധ്യപ്പെടില്ല. ഒരു ഏജൻസിക്കും ആദ്യം ബോധ്യപ്പെടില്ല. അന്വേഷിക്കാനാണ് പറയുന്നത്, അന്വേഷണം മുൻപോട്ട് പോകാനാണ് പറയുന്നത്. നിലവിൽ ലഭിച്ച തെളിവുകളുടെയും ഈ അന്വേഷണ ഏജൻസി കോടതിയിൽ സമർപ്പിക്കുന്ന ആത്മവിശ്വാസത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മുൻപോട്ട് പോകണമോ വേണ്ടോ എന്നുള്ളതാണ് കോടതിയുടെ മുമ്പിലുള്ള ആ പാർട്ട്. അത് കോടതി മുൻപോട്ട് പോകാൻ പറഞ്ഞിരിക്കുന്നു. ഇത് സംബന്ധിച്ച് അന്വേഷിക്കണോ എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല, ഞങ്ങൾ തന്നെ അന്വേഷിക്കുന്നുണ്ട്. ഇതിൽ അന്വേഷിക്കണമെന്ന കാര്യത്തിൽ അന്വേഷിക്കേണ്ട എന്നൊരു കേസ് ഞങ്ങൾക്കില്ല. പക്ഷേ അത് അന്വേഷിക്കാൻ CBIക്ക് നേരിട്ട് വന്ന് കേസെടുക്കാനുള്ള റൈറ്റ് ഇല്ല. അവിടെയാണ് ലീഗൽ ക്വസ്റ്റ്യനും പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനും എറേസ് ചെയ്യുന്നത്. അതിൽ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും നിലപാട് പറ. എന്താ ലീഗിൻ്റെ നിലപാട്? കേന്ദ്ര സർക്കാരിന് ഫെഡറൽ തത്വങ്ങൾ ലംഘിച്ചുകൊണ്ട് ഏത് സ്റ്റേറ്റിലും പോയി ഏത് കേസും എടുക്കാൻ അധികാരമുണ്ടെന്ന് ലീഗ് വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അന്ധമായ പിണറായി വിരുദ്ധതയിൽ, LDF വിരുദ്ധതയിൽ ഈ നിലപാടിൽ നിങ്ങൾ വെള്ളം ചേർക്കല്ലേ? ഇതിൽ വ്യത്യസ്തമാകുന്നത് അവർ തന്നെ ആവശ്യപ്പെട്ടതാണ് CBI അന്വേഷണം എന്നുള്ളിടത്താണ് ഇതിന് വ്യത്യാസം വരുന്നത്. റഹീം, CBI അന്വേഷണവുമായി മുന്നോട്ട് പോകണമെന്ന് ആവശ്യപ്പെടുന്നത് അനിൽ അക്കരെയാണല്ലോ. ആ CBIക്ക് തെളിവ് കൊടുക്കുമെന്ന് പറയുന്നത് അനിൽ അക്കരെയാണല്ലോ. അപ്പോൾ ആ വാദം അവിടെ നിലനിൽക്കുന്നില്ല. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. അല്ല, അതൊരു കൂടിയാലോചനയുടെ അടിസ്ഥാനത്തിലാണ്. ശരി.